രാവിലെയായി. ഇതെന്താ രാവിലെ തന്നെ ടി വിയിൽ ഈ ഫോട്ടോ? അതൊക്കെ പോട്ടെ. രാവിലെ അമ്മ അമ്മ ഈ അമ്മ എവിടെ? അമ്മ ഇനി റോഡ് സൈഡ് വരാൻ പോയിണ്ടാവും, നോക്കി നോക്കാം. നമ്മളെന്നെ പാവാണ്ട് ഇത്ര ചെറിയ വീട്ടില. അമ്മ അതേ നിൽക്കുന്നു. അമ്മ രാവിലെ തന്നെ നീച്ചില്ലേ? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി തരുമോ? അമ്മ ഇങ്ങോട്ടാ പോന്നേ? എടാ മോനെ, ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുക പിന്നല്ലേ നീ വീട്ടില് ഗസ്റ്റ് ഒക്കെ വരൂ, ഒരു കറി നോക്കണേ. എന്ത് ഗസ്റ്റ് വരുന്നോ? എൻ്റെ അമ്മ എന്തിനാണ് അമ്മ? അപ്പോൾ അമ്മ അത് പറഞ്ഞിട്ട് പോയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും വീട്ടിൽ പോയി നല്ല ഒട്ടി നിൽക്കാം. ഇങ്ങനത്തെ നിമിഷത്തിലാണല്ലോ എനിക്കൊരു ഹളുക്കായിട്ട് ഞാൻ കൊല്ലാൻ തോന്നും. പക്ഷേ അമ്മയോട് ഞാൻ ചെയ്യാത്തത്. എൻ്റെ ഒരു തോക്കുണ്ട്, നമ്മളെ ആൾക്കാരെ വരുമ്പോൾ അവരെ വെടിക്കും, എനിമീസ് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് പൊള്ളിച്ചാടി ഒന്ന് കുളിച്ചാലോ? എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നല്ല. ഹലോ എടാ രാഹുലേ, എന്തിനാ വിളിച്ചേ? എടാ നീ അറിഞ്ഞാ നമുക്കില്ലേ ഒന്ന് ചത്തഴിഞ്ഞാൽ അടുത്ത ജന്മം ജനിക്കാം. അടുത്ത ജന്മം ജനിക്കാന്നാ? എന്തൊക്കെയായി പറയുന്നേ? എനിക്കത് മനസ്സിലാകുന്നില്ലല്ലോ. എടോ നീ ഒന്ന് ചത്ത് നോക്ക്, അപ്പോൾ കാണാം. ഓടാ നീ പറയുന്ന പൊടത്തരം കണ്ട് ചാവാൻ എനിക്ക് ഭ്രാന്തല്ലേ? വേണ്ടെങ്കിൽ ഉണ്ടോ, ചത്ത ഞാൻ അടുത്ത ജന്മത്തിൽ ഹൾക്കായി വന്നിട്ട് നിന്നെ കൊല്ലും. നീ ഇപ്പം കള്ളം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ രാവിലെ, അടുത്ത ജന്മത്തിൽ ഞാൻ ഹൾക്കായി വന്നിട്ട് അന്നേക്ക് ആദ്യം കൊല്ലാൻ പോകുന്നത്. വെച്ചിട്ട് പോടാ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് രാവിലെ വിളിച്ച് അവൻ പറയാണ് നമ്മൾ ചത്ത കഴിഞ്ഞാൽ അടുത്ത ജന്മം ജനിക്കും, എന്നിട്ട് അടുത്ത ജന്മത്തിൽ അവൻ ഹൾക്കായി വരുന്നു, അല്ല അടുത്ത ജന്മത്തിൽ ജനിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും ഞാൻ വിശ്വസിക്കില്ലാതെ. അപ്പോൾ നീ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ട് ഓൻ എന്തോ ദേഷ്യം പിടിച്ചു, എന്താണെന്ന് എനിക്കറിയില്ല. വെറുതെ അല്ല ഗൈസ്, ഇന്നാണ് ഞാൻ അവൻ്റെ ഒരു കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ വീട്ടിൻ്റെ താഴത്ത് ഇറക്കുന്ന ആ കാർ. അത് ഞാൻ തിരിച്ചെടുത്തില്ല, അതാണ് ഓൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവൻ പറഞ്ഞ് ഓൻ അടുത്ത ജന്മ ചത്ത് കഴിഞ്ഞ് ഹൾക്കായി ജനിച്ചിട്ട് എന്നെ കൊല്ലാൻ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് നീ എന്നെ കൊന്നാൽ ഞാൻ നിന്നെ ഹൾക്കായി എന്ന് കൊല്ലുന്നു. അപ്പോൾ നമുക്ക് ഈ കാർ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാം, എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഇവിടെ നിന്ന് വണ്ടിയെടുക്കാൻ കൊണ്ടുകൊടുക്കാം. അയ്യോ അമ്മ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇയർഫോൺസ് കാണാം. ഹലോ രാവിലെ എന്താ വിളിച്ചേ? ഒരു പ്രശ്നമുണ്ട്. എന്തിനാ? അതെ എൻ്റെ അമ്മയ്ക്ക് ഈ കാറൊന്ന് ആവശ്യമുണ്ട്. എന്നാൽ ഞങ്ങൾ നാട്ടിൽ പോവാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഈ കാർ ആവശ്യമുണ്ട്, നീ ഒന്ന് കൊണ്ടു തരുമോ? എടാ രാവിലെ നല്ല സമയമുള്ളൂ, ഞാൻ നിങ്ങൾക്ക് കൊണ്ടു തന്നെടുക്കാം. ഞാൻ അതാ നിൻ്റെ വില്ലേജ് എത്താനായി. അപ്പോൾ വീണ്ടും തോളോ ഞങ്ങളിപ്പോൾ ഇറങ്ങും, ഫുള്ള് പാക്കാണ്. നേരത്തെ വിളിച്ചപ്പോൾ പറയാൻ മറന്നുപോയി. എടാ നീ വീട് മതിന്നൊക്കെ കേട്ട് ശരിയാണോ? ആടാ ഞാനിവിടെ ഒരു ഗേറ്റുള്ളൊരു വീട് കാണുന്നുണ്ടോ നിൻ്റെ? ഞാൻ നിന്നെ കൊണ്ട്. ഇതാണ് നിൻ്റെ വീട്? നീ അവിടെ എനിക്ക് തന്നെ കാണുന്നുണ്ടല്ലോ. ഞാൻ അവിടെ റോഡ് സൈഡിലുണ്ടോ, നീ അവിടെ കാർ വെച്ചിട്ട് നീ പോയിക്കോ. ഓക്കെ രാവിലെ. അപ്പോൾ ഫ്രണ്ട്സ് എന്നോട് ഇവിടെ കാർ വെച്ചിട്ട് പോകാൻ പറഞ്ഞു, നമുക്കിവിടെ കാർ പാർക്ക് ചെയ്യാൻ പറ്റില്ല. രാവിലെ എന്തോ എടാ അടിപൊളി വേണമല്ലോ, നീ എപ്പോഴാണ് എടുത്തേ? എടാ കുറച്ച് ദിവസമായി. അത് അമ്മ ഇല്ലേ ഷോപ്പിങ്ങിന് പോയിരിക്കാവൂല്ലേ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട്. അത് നീയാണോ ഞങ്ങളിപ്പോൾ ഇറങ്ങുന്നത്? അത് അറിയാണ്ട് പറഞ്ഞതോ? ആടാ ഓക്കെ. അപ്പോൾ ഞാൻ എന്നാൽ വേഗം പോട്ടെ, ഇപ്പം നടന്നാലും എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്താൻ പറ്റും കേട്ടോ. ശരി ബൈ. ബായടാ. അപ്പോൾ ഞാനങ്ങ് വേഗം നടന്നു പോട്ടെ, ഇപ്പോഴത്തേലും എനിക്ക് അവിടെ എത്താൻ പറ്റൂ. എടാ എന്തിനടത്തല്ലെന്നേ? എടോ സത്യം പറഞ്ഞല്ലേ, നീ എൻ്റെ കാർ അവിടെ അടിച്ചിടാ, എൻ്റെ കാർ നല്ല മുറിവ്. എടാ എന്നെ തല്ലടാ, ഞാൻ ഇപ്പോൾ ചാവും. അയ്യോ നാട്ടുകാരെ രക്ഷിക്കണേ. എടാ അവിടെ നിൽക്കോടോ, ഞാൻ തന്നെ കൊല്ലട്ടെ. എൻ്റെ വണ്ടി ഓടിച്ചാൽ പോലെ മര്യാദയ്ക്ക് പൈസ തന്നോ? എടാ ഞാൻ പറയട്ടെ, അറിയാണ്ട് പറ്റിപ്പോയതാ. എടാ അവിടെ നിൽക്കണോ. അയ്യോ നാട്ടുകാരെ, എടാ അവിടെ നിൽക്കണം. എടാ നീ പറഞ്ഞാൽ അടുത്ത ജന്മം ജനിച്ചിട്ട് ആൾക്കാർ നിന്നെ കൊല്ലും. എടാ നീ തന്നെ അറിയാണ്ട് ഇടിച്ച് കൊണ്ടോടാ, പോടാ അവിടെ നിന്ന്. എടാ നീ പോടാ. നാട്ടുകാരെ രക്ഷിക്കണേ. എടാ അവിടെ നിൽക്കണോ. അയ്യോ തല്ലേ, ഞാൻ നിന്നെ തിരിച്ചല്ലടാ. എടാ നീ എന്നെ തല്ലിടണോ? അയ്യോ ബോധം കിട്ടി, ഞാൻ ആരെയും വിളിക്കട്ടെ. ചേച്ചി ചേട്ടാ അതാ അവിടെ ചേച്ചി വന്നു, ആ ചേച്ചീനെ വിളിക്കാം. ചേച്ചി ഇവിടുത്തെ ഒരുത്തൻ ചത്തു നല്ല ബോധം കിട്ടു ചേട്ടോ, നിർത്തി ചേട്ടോ, ബോധം കിട്ടും ചേട്ടോ. ചേട്ടോ കാർ കൂടെ കയറ്റാന്ന് പറഞ്ഞേ. ചേച്ചി ഇതാ എൻ്റെ അമ്മയാണല്ലോ.
ആൻറ്റി ആൻറ്റി എന്താ നീ ആരാ ഞാൻ പോട്ടെ ആൻറ്റി നിങ്ങളെ മോനെ അറിയാണ്ടടിച്ചപ്പോൾ വീണ ആൻറ്റി അയ്യോ ആൻറ്റി നിങ്ങളെന്താ എന്നെ തന്നെ എടാ എൻ്റെ മോനെ കൊന്നില്ലേ ആൻറ്റി സോറി ആൻറ്റി അറിയാണ്ട് പറ്റിപ്പോയത് ആൻറ്റി എടാ അയ്യോ ഞാൻ ചത്ത അടുത്ത എണ്ണത്തിൽ ഞാൻ ഹൾക്കായെന്ന് നിങ്ങളെ കൊല്ലും ഓ ഓ ഇത് ഞാൻ ഹൾക്കാണോ ഇതായിരുന്നാ വണ്ടി ഇതായിരുന്നാ വണ്ടി ഇതായതേക്കും വണ്ടി എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ ആ എനിക്ക് ഓർമ്മ കിട്ടി ഇത് രാഹുലിൻ്റെ അല്ലേ അവരല്ലേ കഴിഞ്ഞ ആളെ എന്നെ കൊന്നേ അത് അവന് പഴയ കൊടുക്കണം എന്നാൽ ഇതന്നെ എനിക്കൊന്നേ അവനെ അറിയാണ്ട് തല്ലിയപ്പോൾ അവൻ്റെ അമ്മയല്ലേ എന്നെ കൊന്നേ ഞാൻ വാശിയെടുത്തിൻ്റെ നടത്തി ആൾക്കാരെ ഒന്ന് കൊല്ലുന്നത് ഇപ്പം ഞാൻ ചെറിയ കുട്ടിയാണ് ഒന്ന് വലുതാവട്ടെ എന്നിട്ട് കൊല്ല വണ്ടി ഓടിക്കാനൊക്കെ എനിക്കിപ്പോഴും അറിയാം കുറച്ച് നാൾ ഇനിയും വെയിറ്റ് ചെയ്യണം അല്ലേ ഫ്യൂ ഇയേഴ്സ് ലേറ്റർ ഇനിയെങ്കിലും എനിക്ക് പ്രതികാരം തീർക്കണം അവനെന്നെ നാളെ കൊന്നതിൻ്റെ ഞാൻ ഇതുവരെ മറന്നില്ല അവൻ്റെ വീട്ടിൽ പോയി അവനെ കൊന്നിരിക്കും ഡോറ് പൊട്ടാണെങ്കിൽ പൊട്ടട്ടെ അവൻ്റെ വണ്ടിയല്ലേ എന്തിനാണ് ഈ വണ്ടി ഞാനെന്നുണ്ടല്ലോ പൊടിയും അതെനിക്കറിയാം നിങ്ങളൊന്നും മിണ്ടാണ്ട് പോടോ ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ട് രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റും ഫ്രണ്ട്സ് അവൻ്റെ വീടെത്താനേ എന്താ എടോ എൻ്റെ വണ്ടി വേണോ നീ അല്ലടാ രാഹുൽ ആടോ ഞാനാടോ എടാ നീ എന്നെ കൊന്നിടടാ നിന്റെ വണ്ടി ഉണ്ടല്ലോ അങ്ങനെ പൊട്ടിപ്പോയി കേട്ടോ എന്താടാ നീ എന്ത് ചെയ്യടാ ഞാൻ നിന്നോട് പറഞ്ഞ അടുത്ത കഴിയുമ്പോഴത്തേ ഞാൻ ഹൾക്കായി ഒന്ന് നിന്നെ കൊല്ലുന്നു അപ്പം ഞാനത് ചെയ്യാൻ പോവാ അയ്യോ എന്നെ കൊന്ന് നിന്നെ ഞാൻ കൊന്ന് ഇനി നിന്നെ ശരിക്കും കൊന്ന് നിൻ്റെ അമ്മയോട്ടോ അതടാ നിങ്ങളെ ഞാൻ നിങ്ങൾ പോഴേ നീ എൻ്റെ വീട്ടിൽ നിന്നൊരു ബൈക്ക് മോഷ്ടിക്കും എൻ്റെ വീട്ടിലത്തെ ഏറ്റവും എക്സ്പെൻസീവ് ബൈക്ക് 80 ലക്ഷത്തിൻ്റെ ബൈക്ക് തന്നെ എടുക്കാൻ മതി പൊട്ടാണെങ്കിൽ പൊട്ടത് പക്ഷെ ഞാനിതെടുത്ത് ഓടിക്കും ഞാൻ പ്രൊഫഷണൽ കഴിവാണ് ഞാൻ പൊട്ടിക്കില്ല അത് നേരെ പോയി അവിടെ കൂത്തിപ്പൊടിയാ ഞാൻ ചാടി എസ്കേപ്പ് പിടിച്ചു അയ്യോ ഞാൻ ചത്തേ